സങ്കീർത്തനം 62:8 മുതൽ 12 വരെ. ജനമേ, എന്നും ദൈവത്തിൽ ശരണം വയ്ക്കുവിൻ. അവിടുത്തെ മുൻപിൽ നിങ്ങളുടെ ഹൃദയം തുറക്കുവിൻ. അവിടുന്നാണ് നമ്മുടെ സങ്കേതം. മർത്യൻ ഒരു നിശ്വാസം മാത്രം. വലിയവനും ചെറിയവനും ഒന്നുപോലെ മിഥ്യയാണ്. തുലാസിൻ്റെ തട്ടിൽ അവർ പൊങ്ങിപ്പോകും. അവർ മുഴുവൻ ചേർന്നാലും ശ്വാസത്തേക്കാൾ ലഘുവാണ്. ചൂഷണത്തിൽ ആശ്രയിക്കരുത്. കവർച്ചയിൽ വ്യർത്ഥമായി ആശ വെക്കരുത്. സമ്പത്ത് വർദ്ധിച്ചാൽ അതിൽ മനസ്സ് വെക്കരുത്. ദൈവം ഒരു പ്രാവശ്യം അരുളിച്ചെയ്തു, 2 പ്രാവശ്യം ഞാനത് കേട്ടു. കർത്താവേ, കാരുണ്യവും അങ്ങയുടേതാണ്. അവിടുന്ന് മനുഷ്യന് പ്രവൃത്തിക്ക് ഒത്തവിധം പ്രതിഫലം നൽകുന്നു. ദൈവത്തെ എങ്ങനെ വേണേലും ആരാധിക്കാം. ഒറ്റയ്ക്ക് കതകടച്ച് മുറിയിലിരുന്ന് ആരാധിക്കാം. മുട്ടുകുത്തി പ്രാർത്ഥിക്കാം. ഒന്നിച്ച് ഒരു ഗ്രൂപ്പായിട്ടിരുന്ന് പ്രാർത്ഥിക്കാം. ശാന്തമായിട്ട് പ്രാർത്ഥിക്കാം. ഉച്ചത്തിൽ പ്രാർത്ഥിക്കാം. മനസ്സിൽ പ്രാർത്ഥിക്കാം. എന്നാൽ അത് ദൈവത്തെ ആദരിക്കുന്ന വിധത്തിലായിരിക്കണം പ്രാർത്ഥന.